തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിന് മലപ്പുറം മേൽമുറിയിലെ മൗദിൻ അക്കാദമി ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. രാവിലെ 8:30 തന്നെ 2 കൗണ്ടറുകളിലായി രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. അദാലത്തിൽ പരിഗണിക്കുന്നതിനായി ജില്ലയിൽ 1354 പരാതികളാണ് ഓൺലൈനായി ലഭിച്ചത്. പരാതികൾ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള ഉപജില്ലാ അദാലത്ത് സമിതികൾ പരിശോധിച്ച് പരമാവധി തീർപ്പാക്കിയിട്ടുണ്ട്. ഇവയിൽ അദാലത്ത് സ്ഥലത്ത് വെച്ച് തന്നെ അപേക്ഷകൾക്ക് സേവനം ലഭ്യമാക്കുന്നുണ്ട്. ഓൺലൈൻ പരാതികൾക്ക് പുറമെ മന്ത്രി ഇന്ന് നേരിട്ടും പരാതികൾ സ്വീകരിക്കുന്നുണ്ട്. പരിപാടി മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, എയർപോർട്ടിന്റെ NOCയുടെ പ്രശ്നമുണ്ട്, റെയിൽവേ NOCയുടെ പ്രശ്നമുണ്ട്, അതൊരു ഡിഫൻസ് NOCയുടെ പ്രശ്നമുണ്ട്. ഇപ്പൊ കണ്ണൂരിലൊക്കെ വന്നൊരു പ്രശ്നം ഡിഫൻസ് NOCയുടെ പ്രശ്നമാണ്. പിന്നെ നാഷണൽ ഹൈവേയുടെ ആക്സസ് പെർമിഷന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം, നേരത്തെ പറഞ്ഞ എയർപോർട്ട്, റെയിൽവേ, ഡിഫൻസ്, ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഈ അദാലത്തിന്റെ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാർ കണ്ടിട്ടുണ്ട്. തീർച്ചയായും ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച ഈ വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ്. സർക്കാർ തലത്തിൽ അതിനുള്ള നടപടികൾ ഉണ്ടാവും. എല്ലാ അദാലത്തുകളിലും നാഷണൽ ഹൈവേ ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു, സർവീസ് റോഡുകളിലേക്കുള്ള ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു. അതിൽ ആക്സസ് പെർമിഷൻ കിട്ടുക അതീവ ദുഷ്കരമാണ് എന്ന് മാത്രമല്ല, പരാതി പോലും സ്വീകരിക്കുന്നില്ല എന്നതാണ്, അല്ലെങ്കിൽ അപേക്ഷ പോലും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് വന്നത്. ചില സ്വകാര്യ ഏജൻസികളാണ് ഇതിന്റെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ചില ഏജൻസികളെ ബന്ധപ്പെട്ടാൽ മാത്രമേ കിട്ടൂ. ഒരു കാര്യം സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതിവിടെ പ്രഖ്യാപിക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ താമസാവശ്യത്തിനുള്ള വീടുകൾക്ക് ആക്സസ് പെർമിറ്റ് ആവശ്യമില്ല എന്നതാണ്. ആ ആക്സസ് പെർമിറ്റ് ഇല്ലാതെ തന്നെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനു വേണ്ടിയിട്ട് ആരും കാത്തുകെട്ടി കിടക്കുന്ന സ്ഥിതി ഉണ്ടാവരുത്. MLA സർവീസ് റോഡിലേക്ക്, നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ ആക്സസ് പെർമിറ്റ് ഒഴിവാക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നതിനും ഒക്യുപ്പൻസി കൊടുക്കുന്നതിനൊന്നും അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. TV ഇബ്രാഹിം MLA ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. UA ലത്തീഫ് MLA, കുറുക്കോളി മൊയ്തീൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, LSGD പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവറാവു, ജില്ലാ കളക്ടർ VR വിനോദ്, മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, LSGD റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കാരാട്ട്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. LSGD അഡീഷണൽ ഡയറക്ടർ EK ബൽരാജ്, ചീഫ് എഞ്ചിനീയർ KG സന്ദീപ്, ചീഫ് ടൗൺ പ്ലാനർ ഷിജി ചന്ദ്രൻ തുടങ്ങിയ സംസ്ഥാനതല ഉദ്യോഗസ്ഥരും ജില്ലാ ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ ഉൾപ്പെടെ ജില്ലാതല ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദാലത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് മൗദിൻ അക്കാദമി ക്യാമ്പസിൽ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ ഓൺലൈനായി പരാതികൾ നൽകിയവർക്കും പുതുതായി പരാതി നൽകാൻ എത്തുന്നവർക്കും വെവ്വേറെ രജിസ്ട്രേഷൻ കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പരാതികൾ പരിശോധിച്ച് തീർപ്പാക്കുന്ന 6 ഉപജില്ലാ സമിതികൾക്കായി 6 കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ പദവിയിലുള്ള ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇതുകൂടാതെ ജില്ലാ സംസ്ഥാന സമിതികൾക്കായി വേറെ കൗണ്ടറുകളും പ്രവർത്തിക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് പൂർത്തീകരണം, ക്രമവൽക്കരണം, വ്യാപാര വാണിജ്യ സേവന ലൈസൻസുകൾ, ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ, നികുതികൾ, ഗുണഭോക്തൃ പദ്ധതികൾ, പദ്ധതി നിർവഹണം, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, മാലിന്യ സംസ്കരണം, പൊതു സൗകര്യങ്ങൾ, ആസ്തികളുടെ പരിപാലനം, സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യക്ഷമത തുടങ്ങിയ വിഷയങ്ങളിലാണ് ഓൺലൈനായി ലഭിച്ച പരാതികൾ. സംസ്ഥാന സർക്കാരിൻ്റെ 3ാം വാർഷികത്തിൻ്റെ ഭാഗമായുള്ള 4ാം 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 10 വരെയുള്ള തീയതികളിൽ എല്ലാ ജില്ലകളിലും തദ്ദേശ അദാലത്ത് നടത്തി പൊതുജനങ്ങളിൽ നിന്ന് മന്ത്രി നേരിട്ട് പരാതികൾ കേൾക്കുന്നത്.
ന്യൂസ് ഡെസ്ക് മലപ്പുറം.